ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം അടിയും വഴക്കുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇനി ഇവൻ അനുസരിച്ചോളും എന്ന് ആ ഗുരുനാഥൻ വിശ്വസിച്ചു. 19-ാമത്തെ ശ്ലോകം. തത ഏതം ഗുരുഹു ജ്ഞാത്വാ ജ്ഞാതജ്ഞേയ ചതുഷ്ടയം ദൈത്യേന്ദ്രം ദർശയാമാസ മാതൃമൃഷ്ടം അലങ്കൃതം. തതഃ അനന്തരം ഗുരുഹു ആചാര്യൻ ഏനം ഇവനെ ഈ പ്രഹ്ലാദനെ ജ്ഞാതജ്ഞേയ ചതുഷ്ടയം അറിയേണ്ടുന്ന സാമാദി 4 ഉപായങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇവൻ അനുസരിച്ചോളും. ഞങ്ങൾ എന്താണോ പറഞ്ഞുകൊടുത്തത് അതുപോലെ ഇവൻ ഇവന്റെ അച്ഛനോട് പറഞ്ഞുകൊള്ളും എന്ന് ജ്ഞാത്വാ ധരിച്ചിട്ട് ഇനി പ്രഹ്ലാദനെ അമ്മ കുളിപ്പിച്ച് ഒരുക്കി വിട്ടു എന്ന് പറയുന്നു. മാതൃമൃഷ്ടം മാതാവിനാൽ തേച്ചു കുളിപ്പിക്കപ്പെട്ട് അലങ്കൃതം ആടയാഭരണങ്ങൾ ധരിപ്പിച്ച് മോടി വരുത്തപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ആ പ്രഹ്ലാദനെ ദൈത്യേന്ദ്രം അസുരാധിപന്റെ അടുക്കൽ ദർശയാമാസ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അവർ ആത്മവിശ്വാസത്തോടെ നിൽക്കുകയാണ്. ഇനി കുട്ടിയോട് ചോദിച്ചോളൂ, അവൻ കൃത്യമായിട്ട് എല്ലാറ്റിനും ഉത്തരം പറയും എന്നതുപോലെ. 20-ാമത്തെ ശ്ലോകം. പാദയോഃ പതിതം ബാലം പ്രതിനന്ദ്യ ആശിഷ അസുരഃ പരിഷ്വജ്യ ചിരം ദോർഭ്യാം പരമാം ആപ നിർവൃതിം. അസുരഃ ആ ഹിരണ്യകശിപു പാദയോഃ പതിതം തന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച ബാലം കുമാരനെ ആശിഷ ആശീർവാദത്തോടെ പ്രതിനന്ദ്യ അഭിനന്ദിച്ചിട്ട് ദോർഭ്യാം തന്റെ ഇരുകരങ്ങളാലും ചിരം പരിഷ്വജ്യ ഒരുപാട് നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് പരമാം നിർവൃതിം ആപ ആത്യന്തികമായ ആനന്ദത്തെ പ്രാപിച്ചു. തൻ്റെ മകൻ നന്നായി എന്ന് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന് വലിയ സന്തോഷമായി. ചോദിച്ചിട്ടില്ല, അതിനു മുന്നേ ആ ഗുരുക്കന്മാരുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഹിരണ്യകശിപു വിശ്വസിക്കുകയാണ് അവൻ നന്നായി എന്ന്. 21-ാമത്തെ ശ്ലോകം. ആരോപ്യ അംഗം അവഘ്രായ മൂർധനി അശ്രുകലാംബുഭിഃ ആസിഞ്ചൻ വികസതു വക്ത്രം ഇദം ആഹ യുധിഷ്ഠിര. ഹേ യുധിഷ്ഠിര, അംഗം തൻ്റെ മടിയിലേക്ക് ആരോപ്യ പിടിച്ചിരുത്തിയിട്ട് മൂർധനി ആ പ്രഹ്ലാദന്റെ നെറുകയിൽ അവഘ്രായ മുകർന്ന് സ്നേഹത്തോടെ ഇങ്ങനെ മുകർന്നിട്ട്, മാത്രമല്ല തൻ്റെ കുട്ടി നേർവഴിക്ക് വരുന്നു എന്നതിൻ്റെ ഒരു സന്തോഷം. അശ്രുകലാംബുഭിഃ അങ്ങനെ സന്തോഷം കൊണ്ടുള്ള കണ്ണീർക്കണങ്ങളാൽ ആസിഞ്ചൻ പ്രഹ്ലാദനെ അഭിഷേകം ചെയ്തുകൊണ്ട് വികസതു വക്ത്രം തെളിവാർന്ന മുഖത്തോടുകൂടെ ഇദം ആഹ ഇങ്ങനെ പറഞ്ഞു. സത്യത്തിൽ പലപ്പോഴും നമ്മൾ അച്ഛനമ്മമാരുടെ സ്നേഹത്തെയൊക്കെ വാഴ്ത്തിപ്പാടാറുണ്ട്. എനിക്ക് തോന്നാറുണ്ട് ഭൂരിഭാഗം അച്ഛനമ്മമാരും മക്കളെ സ്നേഹിക്കുന്നത് അവർ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. എങ്ങാനും അച്ഛനമ്മമാരുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ട് മക്കൾക്ക് മക്കളുടേതായ ഒരു നിലപാട് ഉണ്ടായാൽ, അച്ഛനമ്മമാരുടെ കാഴ്ചപ്പാടിനൊത്ത ഒരു ബന്ധത്തിലല്ലാതെ മക്കൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അപ്പോൾ മനസ്സിലാകും ഈ അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം എത്രമാത്രം ആത്മാർത്ഥതയുള്ളതായിരുന്നു എന്ന് വെച്ചാൽ തന്നെ അനുസരിക്കുന്ന ഒരു സേവകനോടുള്ള അടിമയോടുള്ള മനോഭാവമാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് മക്കളോടുള്ളത്. അതിനെയൊന്നും സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നതനുസരിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്ന് പറയുന്നത് സ്നേഹമല്ല, അതൊരു തരം ഉടമയുടെ ഭാവമാണ്. അതേസമയം മക്കളും സ്വതന്ത്ര വ്യക്തികളാണ്. അവർ അവരുടേതായ
അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളവരായി, വ്യക്തിത്വമുള്ളവരായി വളരണം എന്നാഗ്രഹിക്കുന്ന അച്ഛനമ്മമാർ അവരെ തിരുത്തുകയല്ല, മറിച്ച് അവർക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്, മക്കളൊന്ന് സൂക്ഷിക്കണം എന്ന് വിചാരിച്ച് എന്നിട്ടും മക്കൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാൽ സാരമില്ല, മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും, നമ്മളെല്ലാവരും ഓരോന്നും കണ്ടും കേട്ടും അനുഭവിച്ചുമല്ലേ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുമ്പോഴാണ് അവരൊക്കെ യഥാർത്ഥ രക്ഷിതാക്കളായി മാറുന്നത്. അല്ലാത്തവരൊക്കെ ഈ ഹിരണ്യകശിപുവിനെ പോലെയാണ്. ഹിരണ്യകശിപുഃ ഉവാച 22 ശ്ലോകം. പ്രഹ്ലാദ അനൂച്യതാം താത സ്വധീതം കിഞ്ചിദുത്തമം കാലേന ഏതാവതാ ആയുഷ്മൻ യത് അശിക്ഷത് ഗുരോഹോ ഭവാൻ. ഹേ താത പ്രഹ്ലാദ, കുഞ്ഞേ പ്രഹ്ലാദ, ആയുഷ്മൻ, നീ ദീർഘായുസോടെ ഇരിക്കട്ടെ എന്നൊക്കെ ഇപ്പോൾ മകനെ വിളിച്ച ആ അച്ഛനാണ് ഇതേ മകനെ കൊല്ലാൻ പോയത്. അപ്പോൾ ചോദിക്കുകയാണ്, ഭവാൻ, അല്ലയോ കുഞ്ഞേ, നീ ഏതാവതാ കാലേന, ഇത്രയും കാലം കൊണ്ട്, ഗുരോഹോ, ഗുരുവിൽ നിന്ന്, യത് അശിക്ഷത്, എന്തെല്ലാം അഭ്യസിച്ചുവോ, സ്വധീതം, അതിൽ നിന്ന് നന്നായി പഠിച്ചുറപ്പിച്ച, ഉത്തമം, നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്ന, കിഞ്ചിത്, ഏതെങ്കിലും ഒന്ന്, അച്ഛനെ ഒന്ന്, അനുച്യതാം, ചൊല്ലിക്കേൾപ്പിക്കൂ. ഇതിന് ഉത്തരമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞ ആ വാക്കുകളാണ് 9 ഭക്തിയെ കുറിച്ചുള്ള ആ അറിവ് തരുന്നത്. പ്രഹ്ലാദ ഉവാച 23, 24 ശ്ലോകങ്ങൾ. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. 24. ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിഃ ചേത് നവലക്ഷണ ക്രിയതേ ഭഗവതി അദ്ധാ തത് മന്യേ അധീതം ഉത്തമം. ഭഗവാനിൽ മനസ്സുറപ്പിച്ചു നിർത്താനുള്ള പ്രധാനപ്പെട്ട 9 കാര്യങ്ങൾ. വിഷ്ണോഹോ ശ്രവണം, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മഹാത്മ്യത്തെ, മഹാത്മ്യ കഥകളെ ശ്രവിക്കുക. കീർത്തനം, പിന്നീട് ആ കേട്ടതിൻ്റെ, അതിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഭഗവത് സ്തുതികൾ, അല്ലെങ്കിൽ മറ്റൊരാൾ എഴുതിയതും ആകാം, അങ്ങനെയുള്ള കീർത്തനങ്ങളെ കൊണ്ട് ഭഗവാനെ കീർത്തിക്കുക. ഇനി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, അനുഭവങ്ങളെ സ്മരിക്കുക. പാദസേവനം, ഭഗവാന്റെ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ച് നമുക്ക് തന്നെ പൂജ ചെയ്യാം, ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്യുക. എന്നിട്ട് ഭഗവാനെ അർച്ചനം, പൂജിക്കുക. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് എനിക്കിതെല്ലാം സാധിക്കുന്നത് എന്ന ആ ഭാവത്തോടെ വന്ദനം, വണങ്ങുക. ദാസ്യം, ഞാൻ ഭഗവാന്റെ കിങ്കരനാണ്, എന്നിലൂടെ ഭഗവാന്റെ ഇച്ഛ ഭഗവാൻ സാധിക്കുന്നു, അല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ല എന്ന ഭാവത്തിൽ സമസ്ത കർമ്മങ്ങളും അടിയറവിക്കുക. അതേസമയം എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അഭയം ചോദിച്ച് ശരണാഗതി അടയാവുന്ന ഒരു സഖാവാണ് എന്ന ആ ഭാവത്തിൽ, സഖ്യഭാവത്തിൽ ഭഗവാനെ കൂടെ നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെ നിൽക്കുക. രണ്ടായാലും. എല്ലാറ്റിനും അപ്പുറം ആത്മനിവേദനം, ഞാൻ എന്ന അഹംഭാവത്തെ വിട്ടിട്ട് അഹംബോധത്തിലേക്ക്, മമതാഭിമാനം വിട്ട് തന്നെ ഭഗവാനിൽ അർപ്പിക്കുക. ഇതാണ് ഇതി നവലക്ഷണ ഭക്തി, 9 ലക്ഷണങ്ങളോടുകൂടിയ ഭക്തി. പുംസ, ഏതൊരുവനാൽ, ഭഗവതി വിഷ്ണു, ആ ഭഗവാൻ മഹാവിഷ്ണുവിൽ, അദ്ധാ അർപ്പിത, ശരിയായ വിധത്തിൽ അവനവന്റെ ഒരു ഗുഹ്യമായ സാധനയായിട്ട്, ആരെയും കാണിക്കാനല്ല, ആരോടും പറഞ്ഞു നടക്കാനുമല്ല, അവനവന്റെ മനസ്സന്തോഷത്തിനായിട്ട് ശരിയായ വണ്ണം ഇത് സമർപ്പിച്ച് അങ്ങനെ ക്രിയതേ ചെയ്ത്, അത് ജീവിത വ്രതമായിട്ട് അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ
തത് അധീതം. അങ്ങനെ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു നവഭക്തി, നവധാഭക്തി നമ്മുടെ ഉള്ളിൽ വളർത്തുന്ന എന്തെങ്കിലും ഒരു അഭ്യാസം, ഒരു പഠനമുണ്ടെങ്കിൽ അതിനെ ഞാൻ ഉത്തമം മന്യേ, അതിവിശിഷ്ടമാണെന്ന് കരുതുന്നു. ഇതായിരുന്നു പ്രഹ്ലാദന്റെ ഉത്തരം. മാത്രമല്ല ഇങ്ങനെ പറഞ്ഞതിലൂടെ, അതായത് ഇതാണ് ഞാൻ പഠിച്ചത് എന്നല്ല പറഞ്ഞത്, ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചു തരികയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ അറിവ്, അഭ്യാസം എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു. അതിലൂടെ പ്രഹ്ലാദൻ സൂചിപ്പിച്ചത് ഇതൊന്നും ഈ ഗുരുക്കന്മാർ പഠിപ്പിച്ചു തന്നതല്ല എന്നാണ്. അങ്ങനെ തൻ്റെ ഉള്ളിലെ ആ അഹങ്കാരം ഒക്കെ അങ്ങോട്ട് പുറത്തു വരികയാണ്. ഹിരണ്യകശിപുവിന്റെ 25-ാമത്തെ ശ്ലോകം. നിശമ്യ ഏതത് സുതവചോ ഹിരണ്യകശിപുഃ തദാ ഗുരുപുത്രം ഉവാച ഇദം ഋഷാ പ്രസ്ഫുരിത അധരഃ. ഏതത് സുതവചഃ, ഈ മകന്റെ വാക്യത്തെ നിശമ്യ കേട്ടിട്ട്, ഋഷാ പ്രസ്ഫുരിത അധരഃ, കോപത്താൽ ചുണ്ടുവിറച്ചവനായി തീർന്ന ഹിരണ്യകശിപു, തഥാ ആ സമയം ഗുരുപുത്രം ഇദം ഉവാച, ഗുരുപുത്രനോട് ഇങ്ങനെ പറഞ്ഞു. കണ്ടോ, ഇതാണ് രക്ഷിതാക്കളുടെ ഒരു സ്വഭാവം. മക്കൾ തൻ്റെ വഴിക്കാണ് എന്ന് കാണുമ്പോൾ മോനെ, കുട്ടാ, ചക്കരെ എന്നൊക്കെ വിളിക്കും. അതല്ല എന്ന് കാണുമ്പോൾ അവരുടെ ഭാവം മാറിപ്പോകും. 26-ാമത്തെ ശ്ലോകം. ബ്രഹ്മബന്ധോ കിം ഏതത്തെ വിപക്ഷം ശ്രയത അസത അസാരം ഗ്രാഹിതോ ബാലഃ മാം അനാദൃത്യ ദുർമതേ. ഹേ ബ്രഹ്മബന്ധോ, ബ്രാഹ്മണ അധമ എന്ന് ഗുരുപുത്രനെ വിളിക്കുകയാണ്. നീയാണോ ഇവനെ ചീത്തയാക്കിയത്? ഏതത് കിം ദുർമതേ, എടോ ദുഷ്ടബുദ്ധേ, ഇതെന്താണ് നീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിപക്ഷം, എന്റെ എതിരാളിയെ ശ്രയത, ആശ്രയിക്കുന്ന, അസത, അറുചീത്തയായ, തേ, നിന്നാൽ, മാം അനാദൃത്യ, എന്നെ ധിക്കരിച്ച്, നീ നിന്റെ ഈ അനാദരവ് എൻ്റെ മകനെയും പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എൻ്റെ ഈ മകൻ ബാലഹ അസാരം ഗ്രാഹിത, സാരമില്ലാത്തതിനെ ഗ്രഹിപ്പിക്കപ്പെട്ടു. ഇങ്ങനെയും ചില രക്ഷിതാക്കൾ പറയും, എൻ്റെ മകൻ നല്ലതാണ്, പക്ഷെ അവന് കിട്ടിയ കൂട്ടുകെട്ടാണ് പ്രശ്നം, അവരൊന്നും ശരിയല്ല എന്ന് പറയും. 27-ാമത്തെ ശ്ലോകം. സന്തിഹി അസാധവഃ ലോകേ ദുർമൈത്രാഃ ഛദ്മവേഷിണഃ തേഷാം ഉദേതി അഖം കാലേ രോഗഃ പാതകിനാം ഇവ. ദുർമൈത്രാഃ, കപടസ്നേഹം നടിച്ചുകൊണ്ട്, ഛദ്മവേഷിണഃ, കള്ളവേഷം പൂണ്ട് നടക്കുന്ന, അസാധവഃ, പരവഞ്ചകന്മാർ, ലോകേ സന്തിഹി, ഈ ലോകത്തിൽ ഉണ്ടാകുമല്ലോ. അങ്ങനെ നിങ്ങളൊക്കെ എൻ്റെ ആളുകളാണെന്ന ഭാവത്തിൽ എൻ്റെ മകനെ തന്നെ ദുഷിപ്പിക്കുകയാണ്. പക്ഷെ ഓർത്തുകൊള്ളുക, തേഷാം അഖം, ഇത്തരത്തിലുള്ളവരുടെ വിദ്വേഷ ബുദ്ധി, പാതകിനാം രോഗഃ ഇവ, മഹാപാപികളുടെ രോഗം എന്നതുപോലെ, കാലേ ഉദേതി, കാലാന്തരത്തിൽ വെളിപ്പെടുന്നു. എങ്ങനെയൊക്കെ മൂടിവെച്ചാലും ഒരു നാൾ ആ ചതിയൊക്കെ പുറത്തു വരും. ഏതുപോലെ എന്ന് പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മുജ്ജന്മത്തിൽ മഹാപാതകം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതാണിവിടെ മഹാപാപികളുടെ രോഗം കാലാന്തരത്തിൽ വെളിപ്പെടും എന്നതുപോലെ ഉള്ളിൽ ചതി വെച്ച് നടക്കുന്നവരുടെ ചതി ഒരു ദിവസം പുറത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും എനിക്കത് വെളിപ്പെട്ടു എന്നാണ് ഇവിടെ ഹിരണ്യകശിപു പറയുന്നത്. എന്നാൽ ഗുരുപുത്രൻ പറയുന്നു, അയ്യോ അങ്ങുന്നേ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, അത് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഗുരുപുത്ര ഉവാച, 28-ാമത്തെ ശ്ലോകം. നമത്പ്രണീതം ന പരപ്രണീതം സുതഃ വദതി ഏഷഃ തവ ഇന്ദ്രശത്രോ നൈസർഗികീയം മതിഃ അസ്യ രാജൻ നിയച്ഛമന്യും കത് അദാഹ സ്മ മാ നഹ. ഹേ ഇന്ദ്രശത്രോ, ഇന്ദ്രനെ ശത്രുവായി കാണുന്ന അല്ലയോ രാജാവേ, ഇതൊന്നും മത് പ്രണീതം ന, ഞാൻ പഠിപ്പിച്ചതല്ല.
ഇനി അങ്ങ് വിചാരിക്കേണ്ട വേറെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതാണെന്ന്. പരപ്രണീതം മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുത്തതുമല്ല. തവ യേഷഹ സുതഹ, അങ്ങയുടെ പുത്രൻ തന്നെ ഇത് വദതി, പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അസ്യയ്യം മതിഹി, ഇവന്റെ ഈ ബുദ്ധി അവന് നൈസർഗികി, ജന്മസിദ്ധമായി കിട്ടിയതാണ്. അതുകൊണ്ട് അങ്ങയുടെ മന്യും നിയച്ച, കോപത്തെ അടക്കിയാലും നഹകത്ത്, ഞങ്ങൾക്ക് കുറ്റം മാസ്മ അദാഹ, തന്നുവെക്കരുത്, ഞങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കരുത്, ഞങ്ങൾ നിരപരാധികളാണ്. ശ്രീ നാരദ ഉവാച, നാരദ മഹർഷി പറയുന്നു, 29-ാമത്തെ ശ്ലോകം. ഗുരുണാ ഏവം പ്രതിപ്രോക്തോ ഭൂയ ആഹ അസുരഃ സുതം നചേത് ഗുരുമുഖി ഇയം തേ കുതഃ അഭദ്ര അസതി മതിഹി. ഗുരുണ, ഗുരുവിനാൽ ഏവം ഇപ്രകാരം പ്രതിപ്രോക്തഃ, മറുപടി പറയപ്പെട്ട അസുരഃ ഹിരണ്യകശിപു ഭൂയഃ, വീണ്ടും സുതം ആഹ, പുത്രനോട് ഇപ്രകാരം ചോദിച്ചു. അഭദ്ര, അലയോ നന്മകെട്ടവനെ, തേ ഇയം മതിഹി, നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധി, ഗുരുമുഖി ന ചേത്, ഗുരുമുഖത്തിൽ നിന്ന് അല്ല എങ്കിൽ, കുതഹ, പിന്നെ എവിടെ നിന്നുണ്ടായി? ഇവരാരുമല്ല നിന്നെ പഠിപ്പിച്ചതെങ്കിൽ പിന്നെ നിനക്ക് ഈ തലതിരിഞ്ഞ ബുദ്ധി എങ്ങനെ ഉണ്ടായി? അപ്പോൾ പ്രഹ്ലാദൻ ഉത്തരം പറയുകയാണ്, ഞാനിനി ഒരു പക്ഷേ ഇതിന് ഉത്തരം പറഞ്ഞാലും അങ്ങേക്കത് മനസ്സിലാവണ്ടേ. 30-ാമത്തെ ശ്ലോകം. മതിഹി ന കൃഷ്ണേ പരതഃ സ്വതോ വാ മിഥഃ അഭിപദ്യേത ഗൃഹവ്രതാനാം അദാന്ത ഗോഭിഃ വിശതാം തമിശ്രം പുനഃ പുനഃ ചർവിത ചർവണാനാം. അദാന്ത ഗോഭിഃ, ഗോ എന്നാൽ ഇന്ദ്രിയങ്ങൾ, അദാന്തം അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങൾ ഹേതുവായിട്ട് തമിശ്രം, ഈ സംസാര ചക്രമാകുന്ന ഘോര അന്ധകാരത്തിലേക്ക് വിശദാം, പ്രവേശിക്കുന്നവരും, അങ്ങനെ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തോ അത് തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ പുനഃ പുനഃ ചർവിത ചർവണാനാം, വീണ്ടും വീണ്ടും ചവച്ചത് തന്നെ ചവച്ചുകൊണ്ടിരിക്കുന്നവരും, ഗൃഹവ്രതാനാം, വീട് കുടുംബം, കുടുംബം വീട്, ഭാര്യ മക്കൾ അച്ഛൻ അമ്മ, ഇങ്ങനെ ഗൃഹസങ്കല്പം മാത്രം ഉള്ളവരുമായ ജനങ്ങൾക്ക്, പരതഃ സ്വതഃ, അന്യനിൽ നിന്നോ സ്വന്തമായോ, ഇനി ഏതെങ്കിലും ഒരു മിഥഹാവ, കൂട്ടുകെട്ടിൽ നിന്നോ, കൃഷ്ണേ മതിഹി, ഭഗവാനിൽ ബുദ്ധി ന അഭിപദ്യേത, അത് ഉണ്ടാവുന്നതല്ല. ഭഗവാനിലുള്ള ഭക്തി എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അതിന് ഉത്തരമില്ല. നമ്മൾ അതിന് ചില കാരണങ്ങൾ കണ്ടെത്തും. എൻ്റെ മുത്തശ്ശിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു, എൻ്റെ അച്ഛൻ അറിയാമായിരുന്നു, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു തന്നു. ഇതൊന്നുമല്ല സത്യത്തിൽ അതിനുള്ള കാരണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്ന എത്രയോ ആളുകൾ നിരീശ്വരവാദികളായിട്ടുണ്ട്. വീട്ടിൽ എല്ലാ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളും പിന്തുടർന്നു വരുന്ന, എന്തിന് ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് പോലും വലിയ നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാഹചര്യം ഒന്നുമല്ല നമ്മളിൽ ഭക്തി ഉണ്ടാക്കിയത്, നമ്മൾ അതിനൊരു കാരണം കണ്ടെത്തുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഭക്തി എങ്ങനെ വന്നു എന്ന് അങ്ങയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. 31-ാമത്തെ ശ്ലോകം. നതേ വിദുഹു സ്വാർത്ഥഗതിം ഹി വിഷ്ണും ദുരാശയാഹ യേ ബഹിഃ അർത്ഥമാനിനഃ അന്ധാ യഥാ അന്ധൈഃ ഉപനീയമാന വാചി ഈശതന്ത്യാം ഉരുദാംനി ബദ്ധാഃ. ദുരാശയാഹ, വിഷയവാസനയാൽ ദൂഷിതമായ ചിത്തവൃത്തിയോട് ചേർന്നവരും, ബഹിഃ അർത്ഥമാനിനഃ, ഈ ലോകത്തിന് പുറത്തു നിന്ന്, അതായത് നമുക്ക് പുറത്തു നിന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കേണ്ടത്, അവയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്ന യേ, ആരൊക്കെയുണ്ടോ, തേ, അവർ, സ്വാർത്ഥഗതിം, തന്നിൽ തന്നെ പുരുഷാർത്ഥം കാണുന്നു. അങ്ങനെയുള്ളവർക്ക് ശരിയായ അർത്ഥമായ, പുരുഷാർത്ഥമായ, പ്രാപ്യസ്ഥാനമായ വിഷ്ണു,
ഭഗവാൻ ശ്രീഹരിയെ ഹി ന വിദുഹു, ഭഗവാനെ മാത്രം കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ മനസ്സുകൊണ്ട് പുറമേക്ക് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭഗവാൻ ഇരിക്കുന്നത് ആ മനസ്സടങ്ങുന്നിടത്താണ്, മനസ്സ് തുടങ്ങുന്നിടത്താണ്. അങ്ങനെ മനസ്സ് തുടങ്ങുന്നിടത്തിരിക്കുന്ന ഈശ്വരനെ അറിയാൻ മനസ്സിനെ ബാഹ്യമായ എല്ലാറ്റിൽ നിന്നും പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ അടക്കി നിർത്തണം. അല്ലാത്തിടത്തോളം ഒരിക്കലും ഭഗവാനെ അറിയാൻ സാധിക്കുകയില്ല. അതേസമയം ഇവിടെ അങ്ങടക്കമുള്ളവർ വാചി വേദവാക്യ സ്വരൂപമായ ഈശതന്ത്യാം, ഈശ്വരനാൽ നിർമ്മിതമായ ഒരു ചരടിൽ ഉരുദാംനി, ഇവിടെ പല പല നാമങ്ങളും വർണ്ണങ്ങളും കൊണ്ട് നമ്മളെയൊക്കെ വേർതിരിച്ചിരിക്കുന്നു. വർണ്ണാശ്രമ നാമങ്ങളാകുന്ന അസംഖ്യം ചെറുകയറിൽ ബദ്ധാഹ, ബദ്ധരായ ഇത്തരത്തിലുള്ളവർ, അന്ധൈഹി ഉപനീയമാനാഹ, അന്ധന്മാരാൽ വഴികാണിച്ചു കൊണ്ടുപോകപ്പെടുന്ന അന്ധാഹ, അന്ധന്മാർ യഥാ എന്നതുപോലെ അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയേ ഉള്ളൂ. അവർ ഒരിക്കലും ഈശ്വരനെ അറിയുന്നില്ല. 32-ാമത്തെ ശ്ലോകം. നയേഷാം മതിഹി താവത് ഉരുക്രമ അംഘ്രിം സ്പൃശതി അനർത്ഥ അപഗമഃ യദർത്ഥഃ മഹീയസാം പദരജോഭിഷേകം നിഷ്കിഞ്ചനാനാം ന വൃണീതയാവത്. നിഷ്കിഞ്ചനാനാം, വിഷയാഭിമാനം വിട്ടുകളഞ്ഞ, മഹീയസാം, സത്തുക്കളുടെ മഹാത്മാക്കളുടെ പാദരജോഭിഷേകം, പാദധൂളികൾ കൊണ്ടുള്ള വിശുദ്ധ സ്നാനത്തെ യാവത് ന വൃണീത, എത്ര കാലത്തോളം വരിക്കുന്നില്ലയോ, താവത്, അത്രയും കാലം ഇത്തരത്തിലുള്ളവരുടെ, ഈ വിഷയവാസനകളിൽ കുടുങ്ങിപ്പോയവരുടെ മതിഹി, ബുദ്ധി, ഉരുക്രമ അംഘ്രിം, ഭഗവാൻ ശ്രീഹരിയുടെ പാദത്തെ നസ്പൃശതി, സ്പർശിക്കുകയില്ല. കാരണം അനർത്ഥ അപഗമഃ, ഈ സംസാരമാകുന്ന അനർത്ഥത്തിൻ്റെ അപഗമം, ഇല്ലായ്മയാണ് നമ്മിൽ ഈശ്വരനെ കുറിച്ചുള്ള സ്മരണ നിറയ്ക്കുന്നത്. അതാണ് യത് അർത്ഥഃ. ഭഗവാന്റെ പാദസ്പർശത്താൽ ബുദ്ധിക്ക് ഉണ്ടാവുന്ന നേട്ടമാണ് സംസാര നിർമുക്തി. അതുണ്ടാകണമെങ്കിൽ ആ സംസാര നിർമുക്തി നേടിയ സത്തുക്കളുടെ സത്സംഗം വേണം. എന്നാൽ ഇത് കേട്ടതും ആദ്യം വത്സ, കുഞ്ഞെ എന്നൊക്കെ വിളിച്ച പ്രഹ്ലാദനെ തള്ളി താഴെ ഇടുകയാണ് ഹിരണ്യകശിപു. 33-ാമത്തെ ശ്ലോകം. ഇതി ഉക്ത്വാ ഉപരതം പുത്രം ഹിരണ്യകശിപൂരുഷ അന്ധീകൃതാത്മാ സ്വ ഉത്സംഗാത് നിരസ്യത മഹീതലേ. ഇതി ഉക്ത്വാ, ഇങ്ങനെ പറഞ്ഞ്, ഉപരതം, ഞാനെന്തോ വലിയ കാര്യം പറഞ്ഞു എന്നൊന്നും പ്രഹ്ലാദൻ ഭാവിച്ചില്ല. പറയേണ്ടത് പറഞ്ഞു, മിണ്ടാതിരുന്നു. എന്നാൽ അങ്ങനെ ഒതുങ്ങിയിരുന്ന പുത്രം, ആ മകനെ, രുഷാ, ദോഷത്താൽ, അന്ധീകൃതാത്മാ, അപ്പോൾ മനസ്സിൽ ഇരുട്ട് കയറും, കണ്ണിൽ ഇരുട്ട് കയറും, മനസ്സിൽ ഇരുട്ട് കയറും. അങ്ങനെയുള്ള ആ ഹിരണ്യകശിപു സ്വ ഉത്സംഗാത്, തൻ്റെ മടിയിൽ നിന്ന് മഹീതലെ, നിലത്തേക്ക് നിരസ്യത, തള്ളിയിട്ടു, തള്ളിത്താഴെയിട്ടു തൻ്റെ മകനെ. 34-ാമത്തെ ശ്ലോകം. ആഹ അമർഷരുഷാവിഷ്ടഃ കഷായീഭൂതലോചനഃ വധ്യതാം ആശു അയം വധ്യഃ നിസ്സാരയത നൈർത്താഃ. അമർഷരുഷ ആവിഷ്ടഃ, അമർഷം കലർന്ന രോഷത്താൽ അഭിവ്യാപ്തനായിട്ട്, കഷായീഭൂതലോചനഃ, ചുവന്നു കലങ്ങിയ കണ്ണുകളോടുകൂടിയവനായിട്ട് ആ ഹിരണ്യകശിപു അവിടെയുള്ള അസുരന്മാരോട് ഇപ്രകാരം ആഹ പറഞ്ഞു. നൈർത്താഹ, ഹേ അസുരന്മാരെ, അയം വധ്യഃ, ഇവൻ വധാർഹനാണ്, ആശുവധ്യത, ഇവനെ ഉടനെ വധിച്ചു കളയണം, നിസ്സാരയത, ദൂരെ കൊണ്ടുപോകും, എനിക്കിനി ഇവന്റെ മുഖം പോലും കാണേണ്ടതില്ല. ഇവിടെ ഇതിനൊരു ന്യായം ഹിരണ്യകശിപു പറയുന്നത്, എന്റെ അനുജനെ കൊന്ന വിഷ്ണു, ആ വിഷ്ണുവിനെ ഒരു അടിമയെപ്പോലെ ആരാധിക്കുന്ന ഇവൻ വിഷ്ണുവിന് തുല്യനാണ്. അങ്ങനെയെങ്കിൽ ഇവനും എനിക്ക് ശത്രുവാണ്. 35-ാമത്തെ ശ്ലോകം.
അയം മേ ഭ്രാതൃഹ സഹ അയം ഹിത്വാ സ്വാൻ സുഹൃദഃ അധമഃ പിതൃവ്യഹന്തുഃ യഹ പാദൗ വിഷ്ണോഃ ദാസവത് അർച്ചതേ. അയം മേ ഭ്രാതൃഹ, ഇവനും ഇപ്പോൾ എൻ്റെ സഹോദരനെ കൊന്നവനെ പോലെ തന്നെയാണ്. കാരണം യഹ, യാതൊരുത്തൻ, സുഹൃദഃ, സൗഹാർദ്ദമുള്ള, സ്വാൻ, തൻ്റെ ജനങ്ങളെ, ഹിത്വ, കൈവിട്ടിട്ട്, പിതൃവ്യഹന്തുഹു, ഇളയച്ഛനെ കൊന്ന, വിഷ്ണോഹോ പാദൗ, വിഷ്ണുവിൻ്റെ പാദങ്ങളെ, ദാസവത്ത് അർച്ചതി, ഒരു അടിമയെ പോലെ ആരാധിക്കുന്നു. അതിനാൽ അധമഹ അയം, അതിനീചനായ ഇവൻ, സഹ, ആ വിഷ്ണു തന്നെയാണ്. എൻ്റെ അനുജനെ കൊന്ന വിഷ്ണുവിനെ ആരാധിക്കുന്ന ഇവനും വിഷ്ണുവും തമ്മിൽ എനിക്കിപ്പോൾ യാതൊരു വ്യത്യാസവുമില്ല. വിഷ്ണുവിനെ എങ്ങനെ ഞാൻ ശത്രുവായി കാണുന്നുവോ അതുപോലെ ഇനി എൻ്റെ മകനെന്ന് പോലും ഞാൻ നോക്കില്ല. ഇവനും ഇനി എനിക്ക് ശത്രുവാണ്. മാത്രമല്ല ഹിരണ്യകശിപു പറയുന്നു, സ്വന്തം അച്ഛനമ്മമാരെ നിഷേധിക്കുന്ന ഇവൻ എങ്ങനെയാണ് വിഷ്ണുവിനും പ്രിയപ്പെട്ടവനാവുക? അതാണ് 36-ാമത്തെ ശ്ലോകം. വിഷ്ണോഹോ വാ സാധ്വസൗ കിം നു കരിഷ്യതി അസമഞ്ജസഃ സൗഹൃദം ദുസ്ത്യജം പിത്രോഹോ അഹാത് യഹ പഞ്ചഹായനഃ. അസമഞ്ജസഃ, വിശ്വസിക്കാൻ പറ്റാത്ത വിധം ബുദ്ധി കെട്ടുപോയിരിക്കുന്ന അസൗ, ഇവൻ, വിഷ്ണോഹോവ, വിഷ്ണുവിനായാലും, കിംനു സാധുകരിഷ്യതി, എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത്? സ്വന്തം അച്ഛനമ്മമാരെ നോക്കാത്തവൻ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ അനുസരിക്കാത്തവൻ, അവരുടെ വാക്ക് കേൾക്കാത്തവൻ വിഷ്ണുവിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? പഞ്ചഹായനഹ, 5 വയസ്സ് മാത്രം പ്രായമുള്ള യഹ, ഈ ഒരു ബാലൻ, പിത്രോഹോ, മാതാപിതാക്കന്മാരെ സംബന്ധിച്ച, ദുസ്ത്യജം, ത്യജിക്കാൻ പാടില്ലാത്ത സൗഹൃദം, സ്നേഹത്തെ, അഹാത്, വിട്ടുകളഞ്ഞില്ലേ ഇവൻ? ഈ ലോകത്ത് വിട്ടുകളയാൻ പാടില്ലാത്ത സ്നേഹമാണ് രക്ഷിതാക്കളുടെ സ്നേഹം. പക്ഷെ അതുപോലും ഇവൻ വിട്ടുകളഞ്ഞില്ലേ? ഇനി ഇവന് ആരാണ് ആശ്രയം? ഇങ്ങനെ സ്വന്തം അച്ഛനമ്മമാരെ പോലും ധിക്കരിക്കുന്ന ഇവനെ വിഷ്ണു വിശ്വസിക്കുമോ എന്നാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും 5 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകനെ കൊല്ലാമോ എന്നാണെങ്കിൽ അതിനൊരു ന്യായം പറയുന്നു. 37-ാമത്തെ ശ്ലോകം. പരഹ അപി അപത്യം ഹിതകൃത് യഥാ ഔഷധം സ്വദേഹജഃ അപി ആമയവത് സുതഃ അഹിതഃ ഛിന്ദ്യാത് തദംഗഃ യത് ഉത ആത്മനഃ അഹിതം ശേഷം സുഖം ജീവതി യത് വിവർജനാത്. പരഹ അപി, അന്യനായാൽ പോലും, നമുക്ക് ഔഷധം യഥ, മരുന്നുപോലെ, ഹിതകൃത്, ഹിതകാരിയാണെങ്കിൽ അവൻ അപത്യം, പുത്രനാണ്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരം ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മകൻ അല്ലെങ്കിൽ പോലും പുത്രതുല്യനാണ്. അതേസമയം അഹിതഃ, നമുക്കൊരു ഉപകാരവും ഇല്ല എങ്കിൽ, ഹിതകാരിയല്ല എങ്കിൽ, സ്വദേഹജഃ, തന്നിൽ നിന്ന് ഉണ്ടായ, സുതഃ അപി, മകനായാലും അവൻ, ആമയവത്, വ്യാധി പോലെയാകുന്നു. യത്, യാതൊന്ന്, ഉത ആത്മനഃ, നമ്മുടെ ആകെ ശരീരത്തിന് അഹിതം, ദോഷകരമായി തീരുന്നുവോ, തത് അംഗം, ആ അവയവത്തെ, ഛിന്ദ്യാത്, ഛേദിക്കേണ്ടതാണ്. യത് വിവർജനാത്, അതിനെ മുറിച്ചു നീക്കിയത് കൊണ്ട്, ശേഷം സുഖം, അവശേഷിക്കുന്ന ദേഹം കേടുപാടില്ലാതെ ജീവതി, നിലകൊള്ളുന്നു. ഇത് മക്കൾ ശരിക്കും പിഴച്ചുപോയ, അതായത് മയക്കുമരുന്ന്, പിന്നെ ഗുണ്ടാ സംഘങ്ങളിൽ പോവുക, തീവ്രവാദം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മക്കൾ ഒരു തരത്തിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ നശിച്ചു പോയെങ്കിൽ ഹിരണ്യകശിപു ഈ പറഞ്ഞ കാര്യം ഇത് ഇന്നത്തെ കാലത്തും പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ഹിതകാരി അല്ല എങ്കിൽ അങ്ങനെ ഒരു മകനെ കൂടെ നിർത്തിയാൽ, മകനോ മകളോ കൂടെ നിർത്തിയാൽ, അത് നമ്മുടെ ജീവനും അപകടകരമാണെങ്കിൽ, അങ്ങനെയൊക്കെ അപകടകരമായ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്ന് കണ്ടാൽ അവനെ ഉപേക്ഷിക്കുക. കൊല്ലണം എന്ന് പറയുന്നില്ല,
അവരെ ഉപേക്ഷിക്കാം. അവരെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നാട്ടിൽ ഉള്ളിടത്തോളം ആ മകനോ മകളോ അടുത്തു വരും. അതിലും നല്ലത് നാട് വിട്ടു പോവുകയോ ആരും അറിയാത്തൊരിടത്തേക്ക് പോവുകയോ ആണ് നല്ലത്. അങ്ങനെയുള്ള മക്കളെ ഉപേക്ഷിക്കാം, അതിൽ യാതൊരു തെറ്റും ഇല്ല എന്ന് പറയുന്നു. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.